ആ വരുന്നുണ്ട്. അവിടെ ചേട്ടൻ്റെ ടോർച്ചില്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് ആരാ തോട്ടിയന്മാരാ? തോട്ടിയുടെ നല്ലത് തോട്ടി അവിടെ ഇട്ടിട്ട് ഓടരുത്. അതെ, ഒരു കാര്യം തോട്ടി ഇടുമ്പോഴേ നിങ്ങൾ അവിടെ നിന്ന് ടോർച്ചടിച്ച് നോക്കണം. പാമ്പ് ചിലപ്പോൾ അങ്ങോട്ടും വരാം. കാരണം ഇവിടെ വെളിച്ചുള്ളതിനോട് ചിലപ്പോൾ അങ്ങോട്ടും വരാം. അത് ആളേറ്റു. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ മാറണം. കാണണം എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കണം. കാരണം ഇവിടേക്കാ പാമ്പ് വരുന്നത്. പാമ്പ് നിങ്ങളെ നെക്കിങ്ങോട്ടെങ്കിൽ വരില്ല, കേൾക്കല്ല കണ്ടു കഴിഞ്ഞാൽ. മാനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് പടവരാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പാമ്പിനെ ആദ്യം കണ്ടേ? ഫസ്റ്റ് ഇവിടെ അല്ലല്ലോ, ഈ ചാലിനെ കണ്ടേ? ഓക്കെ. അപ്പൊ ഈ ചാലിൽ ഇവിടെ ഒരു കാന, സ്ലാബ് ഇട്ടിട്ട് ഒരു കാന പോകുന്നുണ്ട്. അപ്പൊ അവിടെയാണ് പാമ്പിനെ കണ്ടേ. അവിടുന്ന് പതുക്കെ കഴിഞ്ഞ് ഈ ഒരു ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്പോട്ടില് ചാലിന്റെ ഏതാണ്ട് ആ ഒരു മൂലക്കായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു നല്ല കറുത്തിട്ടിലേക്ക് ഇവിടെ നിന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഏതാണ്ട് ആ ഒരു കോർണറിലാണ്. അപ്പോൾ അവിടെ ഒരു പൈപ്പ് ക്രോസ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറവിലാണ് പാമ്പിരിക്കണേ. കറുത്തിട്ടുള്ള മൂർക്കൻ, കരിമൂർക്കൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ കരിമൂർക്കൻ ഇല്ല. അതിൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു മൂർക്കനാണ്. അപ്പോൾ ചാലിൻ്റെ ഈ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ തോട്ടി പൈപ്പ്, നീളമുള്ള പൈപ്പ് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് പാമ്പിനെ ഡിസ്റ്റർബ് ചെയ്ത്, ആ മൂലയ്ക്കായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് അതൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. എത്ര സമയം പിടിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഇതുപോലെ സ്ലാബിൻ്റെ അടിയിൽ കിടക്കുന്നത് മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനത്തെ കേസ്, ഇങ്ങനത്തെ ഈ സെയിം കേസുകളിലൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബാക്കി നമ്മുടെ നാട്ടുകാരെല്ലാവരും സഹായത്തിനുണ്ട്. അപ്പോൾ ഓക്കെ, 2 ഇഷ്ടിക കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഏതെങ്കിലും ഇഷ്ടിക, ഹോളോ ബ്രിക്സ് ആയാലും മതി. അതാണെങ്കിൽ കുറച്ചുകൂടി സേഫ്. അല്ലല്ല, ഇത് ഈ ബാഗ് ഒന്ന് അനക്കാതെ വെക്കാൻ വേണ്ടിട്ടാ. കിട്ടിയാ? ഇവിടെ തട്ടുമ്പോ അതിന് മുന്നേ കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് ആട്ടി ഓടിപ്പിക്കാണ്ട്, ഇവരൊക്കെ ഓടിപ്പിക്കാണ്ട്. അയ്യോ ബാഗ്. ലിജോ हाँ ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ് വെച്ചോ. ഓക്കെ, അവിടെ ചേട്ടൻ്റെ ടോർച്ചില്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് ആരാ? തോട്ടിയന്മാരാ? തോട്ടിയുടെ നല്ലത് തോട്ടി അവിടെ ഇട്ടിട്ട് ഓടരുത്. അതെ, ഒരു കാര്യം തോട്ടി ഇടുമ്പോഴേ നിങ്ങൾ അവിടെ നിന്ന് ടോർച്ചടിച്ച് നോക്കണം. പാമ്പ് ചിലപ്പോൾ അങ്ങോട്ടും വരാം. കാരണം ഇവിടെ വെളിച്ചുള്ളതിനോട് ചിലപ്പോൾ അങ്ങോട്ടും വരാം. അത് ആളേറ്റു. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ മാറണം. കാണണം എന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കണം. കാരണം ഇവിടേക്കാ പാമ്പ് വരുന്നത്. പാമ്പ് നിങ്ങളെ നെക്കിങ്ങോട്ടെങ്കിൽ വരില്ല, കേൾക്കല്ല കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ ആരെയും അനുവദനീയമല്ല. ഇവിടെ നിന്ന് എല്ലാവരും മാറണം. ലൈറ്റ് കെടുത്തിയാ അത്ര നല്ലത്. ലൈറ്റ് കെടുത്തിക്കോ. അപ്പൊ അവരുടെ അഭ്യർത്ഥന മാനിച്ച് ക്യാമറയുടെ ക്യാമറകളൊന്നും കാണിച്ചോളൂ കേട്ടോ. അവിടെ ടോർച്ചില്ലേ? ടോർച്ചടിച്ചോ, എന്നിട്ട് ഡിസ്റ്റർബ് ചെയ്തോ. ഇവിടെ നിൽക്കണ്ട. വേണ്ട, ഇവിടെ ടോർച്ചൊന്നും വേണ്ട. നമ്മുടെ അരങ്ങാട്ട് ഉള്ളിൽ പോവാ. അതാ പാമ്പിനെ നിങ്ങൾ നോക്കണം കേട്ടോ. പാമ്പ് ചിലപ്പോ തട്ടിക്കോ. ഇവിടേക്ക് എത്തിയിട്ടില്ല.
ടോർച്ച് അടിച്ച് നോക്കിയോളൂ, ഇടയ്ക്ക് പാമ്പ് അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടാവും, നോക്കിയോളൂ. ഇല്ല ഇങ്ങടെ എത്തിയില്ല. ആ വരുന്നുണ്ട്. മൂർഖൻ നിങ്ങൾക്ക് കളർ കാണുമ്പോ നിങ്ങൾക്ക് കരിമൂർക്കൻ തോന്നില്ലേ? എന്നാ കരിമൂർക്കനല്ല, സാധാ മൂർക്കൻ. ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഞാൻ ഇതിനൊന്ന് ബാഗ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം, പോരെ? അപ്പൊ അവിടെ കാരൊക്കെ വന്നിട്ട്, അപ്പൊ 2 ദിവസം കഴിഞ്ഞ് ക്രിസ്മസ് ആണ്. അപ്പൊ ക്രിസ്മസിന്റെ കരോളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആര് ചോദിച്ചേ ഏത് മൂർക്കനാന്ന് ചോദിച്ചാരാ? പോയാ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലും പറഞ്ഞിരുന്നു, കാരണം നല്ല ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഇല്ലേ? കണ്ടിട്ടുണ്ടാവില്ലേ? മൂർക്കനാ അത്യാവശ്യം നല്ല കറുപ്പ് നിറമുള്ള മൂർക്കനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ലോക്കലി കരിമൂർക്കൻ എന്നാണ് എല്ലാവരും പറയാറ്. നമ്മുടെ നാട്ടിലെ കരിമൂർക്കൻ, പുല്ലാനി മൂർക്കൻ, എട്ടടി മൂർക്കൻ, വെള്ളവെമ്പാല, ഇത്രയും പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ല? ഇത്രയും പേരുകളുണ്ടെങ്കിലും ഇത്രയും മൂർക്കനൊന്നും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ഒറ്റ ഇനം മൂർക്കനേ ഉള്ളൂ. നമ്മൾ ഇത്രയും പേര് നിൽക്കുന്നതിലും നിറ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ പേരില്ല ഇല്ല. അതുപോലെ തന്നെ ഒറ്റ സ്പീഷീസാണ്, ഒറ്റ മൂർക്കനേ ഉള്ളൂ. നിറ വ്യത്യാസം കാരണം കൊണ്ട് അങ്ങനെ പേര് പല പേരുകളും, നമ്മുടെ മലയാളികൾ അത്രയും നല്ല ആൾക്കാരായതുകൊണ്ട് പല പേരുകൾ, അതായത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു പാമ്പിന് തന്നെ ഒരു 100,000 പേരുകളുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ അധികം സമയം നിർത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ പാമ്പിനെ ബാഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ മൈൻഡ് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.